43, 90 dash. അടുത്ത നമ്പർ ഏതായിരിക്കുമെന്ന് കൂട്ടുകാർ ആലോചിച്ച് നോക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന പേരൻസിനെ ഒന്ന് നോക്കുക. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എന്നിട്ടും നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇടപെടാം. 4 എങ്ങനെ 9 ആയി, 9 എങ്ങനെ 20 ആയി, 20 എങ്ങനെ 43 ആയി, 43 എങ്ങനെ 90 ആയി. ഇനി 90 എന്തായിട്ട് മാറും? കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ കൃഷ്ണവേണി, എന്താ പേരെന്താ, ദിയ ആണല്ലേ? ദിയ. ദിയയുടെ ആൻസർ കറക്റ്റ് ആണ്. ഈ 185 കിട്ടിയ മറ്റേതെങ്കിലും കൂട്ടുകാർ ഇതിലുണ്ടോ? ഉണ്ടോ? എങ്കിൽ ദിയ മോക്ക് എങ്ങനെയാ ഈ 185 കിട്ടിയോ ഒന്ന് പറയാമോ? First, 4 plus 4, 8 plus 1, 9. 9 plus 9, 18 plus 2, 20. 20 plus 20, 40 plus 3. 43 plus 43 plus 4, 90. 90 plus 90 plus 5, 185. നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? ഈ 4നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാ മോളെ? 6. എല്ലാവരും പറയൂ. 4 into 2 എത്രയാണ്? 8. ആ 8ന്റെ കൂടെ 1 കൂട്ടിയിട്ടാണല്ലോ 9 കിട്ടുന്നത്, ശരിയല്ലേ? Yes. അങ്ങനെയാണെങ്കിൽ 9നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര കിട്ടും? 18 കിട്ടും. ആ 18ന്റെ കൂടെ 2 കൂട്ടിയാൽ 2 ആഡ് ചെയ്താൽ 20 കിട്ടുമല്ലോ. Yes. എന്താ എല്ലാവരും എസ് എന്ന് പറയാത്തത്, ശരിയല്ലേ? ഇനി 20 into 2 എത്രയാണ്? 40. 40യുടെ കൂടെ 3 ആഡ് ചെയ്താൽ 43 കിട്ടുമല്ലോ. യെസ് ഓർ നോ? അപ്പോൾ 43യെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 86 കിട്ടില്ലേ? അപ്പൊ നമുക്ക് നേരത്തെ 2 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു, ഇനി 4 ആഡ് ചെയ്താൽ നമുക്ക് 90 കിട്ടത്തില്ലേ? ഇനി 90 എല്ലാവരും കൂടി ഒരേ സ്ഥലത്ത് പറയൂ. വാട്ട് ഈസ് 90 into 2? 180. എല്ലാവരും ഒന്നിച്ച് പറയൂ. ഞാൻ എത്ര ആഡ് ചെയ്യണം? ആൻസർ എത്രയാണ്? എല്ലാവരും ഒന്നിച്ച് പറയൂ. ശ്രദ്ധിച്ചോളെ, ഈ 3യും 2ഉം തമ്മിൽ ആഡ് ചെയ്താൽ എത്രയാണ്? 5. 2ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ, എല്ലാരും വിളിച്ചു പറയല്ല, കോഹോസ്റ്റായ കുട്ടികളൊന്നും അനങ്ങാതിരിക്കെ. 32യുടെ കൂടെ ആ 5 ആഡ് ചെയ്താൽ നമുക്ക് 37 കിട്ടില്ലേ? ഇനി അടുത്തത് 3 plus 7 10 അല്ലേ? 37 plus 10 is equal to 47 കിട്ടില്ലേ? പറയൂ. എങ്കിൽ ഇവിടെയുള്ള ആൻസർ എത്രയായിരിക്കും? 79. എല്ലാവരും അവിടെ വേർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കോഹോസ്റ്റ് കുറെ കുട്ടികളാക്കിയോണ്ടാണ് ഫസ്റ്റ്. എത്രയാണ് ആഹിൽ സയാൻ പറയൂ?
79. 79 റൈറ്റ് ആൻസർ. 79. അവിടെ എഴുതി വെച്ചോളൂ 79 എന്നുള്ളത്. അടുത്തത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒരു ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ പെൻസിൽ വേണം. പെൻസിൽ കൂട്ടുകാരുടെ അടുത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതാ ചിത്രം വരയ്ക്കാൻ തയ്യാറായിക്കോളൂ. എല്ലാവരും ഒന്ന് കോഹോസ്റ്റായ കുട്ടികള് ഫോണൊന്ന് സൈലന്റ് ആക്കി പിടിക്കണേ. അവിടുന്ന് മറ്റുള്ളവർ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ശരി, നമുക്കൊരു റെക്ടാങ്കിൾ വരച്ചു. ശരി, ഒരു റെക്ടാങ്കിൾ വരയ്ക്കും മക്കൾ. ബോർഡ് കാണുന്നുണ്ട് തോന്നുന്നു. ബോർഡ് കാണുന്നു. വരച്ചു കഴിഞ്ഞാൽ യേസ് എന്ന് പറയാം. എല്ലാരും കൂടി എല്ലാരും കൂടി എന്തൊരു സങ്കടമായി. നോക്കട്ടെ, ഞാൻ എല്ലാരെയും മയക്കൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ. കോഹോസ്റ്റ് ഒഴിവാക്കാൻ പോവുകയാണ്. കോഹോസ്റ്റ് ആയ കുട്ടികൾ വെറുതെ യെസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുക. റിമൂവ് കോഹോസ്റ്റ്. എല്ലാരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ട് ഞാൻ കുറെ കോഹോസ്റ്റ് ഒഴിവാക്കി. അടുത്തത് അതേപോലെയുള്ള ഒരു റെക്ടാങ്കിൾ ഇതിന്റെ കൂടെ എല്ലാവരും ചേർത്ത് വെക്കൂ. നിങ്ങൾ ചേർത്ത് വെക്കുന്നുണ്ടോ വരച്ചാൽ മതി, എനിക്ക് ചേർത്ത് വെക്കാൻ പറ്റും. ശരി, ആരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അവനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, അവിടെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്യാം, ഓഡിയോ ഓൺ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് റെക്കോർഡിങ്ങിന് പ്രശ്നം വരിക. ഇനി അടുത്ത പ്രശ്നം ഇതാണ്, ഞാൻ വേറൊരു കളറിലാണ് ചെയ്യുന്നത്. ഇതിനെ ഈ ആംഗിളിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് നേരൊരു വര വരച്ചു. ഈ ഓപ്പോസിറ്റ് ആരാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്? മോളെ ഇഷാനി ഉണ്ടോ? ഏതോ ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടീനെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണേ. എന്താണ് അവിടെ സൗണ്ട്? മൈക്ക് മ്യൂട്ട് ചെയ്യൂ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ. രേഷ്മ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ. എന്നിട്ട് ഈ ആംഗിളിൽ നിന്ന് ഓപ്പോസിറ്റ് ആംഗിളിൽ വേറൊരു വര വരച്ചു. ഒന്നും പറയണ്ട, മൈക്ക് മ്യൂട്ട് ചെയ്താൽ മതി. അതേപോലെ ഈ രണ്ടാമത്തെ ചിത്രത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് വരച്ചു. ഇവിടെ നിന്നും നമ്മൾ ആരാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് നോക്കണേ. അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ട് കേട്ടോ. ഇവിടത്തേക്കും വരച്ചു. അതാ വരയ്ക്ക് ചെറിയൊരു വളവുണ്ട്. പോ, നമുക്കൊന്ന് വൃത്തിയിൽ വരയ്ക്കാം. ശരി, വരച്ചു വരച്ചു. ആരാ ഒച്ച ഉണ്ടാക്കുന്നത്? നോക്കട്ടെ, ഏതോ ഒരു കുട്ടി മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ സൗണ്ട് വീട്ടിൽ നിന്ന് സംസാരിക്കുന്നൊക്കെയാണ് ഇങ്ങോട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി ഒന്ന് സൈലന്റ് ആക്കണം ഫോണ്. ഇവിടെ ചോദ്യം ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഹിയർ? ചോദ്യം ഇതാണ്, ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ്. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ആരും വിളിച്ച് പറയണ്ട. ഈ ഒരു ചിത്രത്തിൽ ട്രയാങ്കിൾസിന്റെ എണ്ണമാണ് നിങ്ങൾ പറയേണ്ടത്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഹിയർ? കമന്റ് ചെയ്താൽ മതി. ഇപ്പൊ ഏതെങ്കിലും കുട്ടിക്ക് മൈക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ
ആ കുട്ടികൾ ടൈപ്പ് ചെയ്ത ആൻസർ പറയാം. 18 ആണ് ശരി. ശരി, ഓക്കെ, ശരി, 18 ആണ് ശരി. അപ്പോൾ ഇതിന്റെ ആൻസർ 18 ആണ്. ആ 18 കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ട്രയാങ്കിൾ തന്നെ ആദ്യത്തെ ചിത്രം തന്നെ എടുത്തു നോക്കിയാൽ ഒരു ചെറിയ ഐഡിയ കിട്ടും. ആദ്യത്തെ ചിത്രം നമുക്ക് എടുത്തു നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ ആദ്യത്തെ ചിത്രത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഇത് അതങ്ങോട്ട് മാറ്റിയതിനു ശേഷം ഈ ഒന്നാമത്തെ ചിത്രം എടുത്തിട്ട് അതിലെത്തേണ്ടത് ആദ്യം നോക്കാം. 1, 2, 3, 4. അപ്പൊ നിങ്ങൾ 4 വിചാരിക്കും. 4 അല്ല. ഇവിടെ 1ഉം 4ഉം കൂടി ചേർന്നാൽ ഒരു എണ്ണം കിട്ടും. 1ഉം 2ഉം ചേർന്നാൽ കിട്ടും. 3ഉം 4ഉം ചേർന്നാൽ കിട്ടും. അങ്ങനെ 4 + 4 = 8. 8 ട്രയാങ്കിൾസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയത്. ഇതിന്റെ കൂടെ വേറെ ഒന്നുകൂടി നമ്മൾ ചേർത്ത് വെക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അതെങ്ങനെയാണ് 18 ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആ സംഭവം 18 ആയിട്ട് മാറുന്നത്? കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് 18 ആയിട്ട് മാറുന്നത് നോക്കാം. കാരണം നേരത്തെ പറഞ്ഞിരിക്കുന്ന 8 ഇവിടെയുണ്ട്, 8 ഇവിടെയുമുണ്ട്. അപ്പൊ 8 8 16 വരാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങൾ കാണാത്ത 2 ട്രയാങ്കിളുടെ ഇത് യോജിക്കുമ്പോൾ വരാൻ പോവുകയാണ്. ഒന്ന് ഇതാണ്, മറ്റൊന്ന് ഇതാണ്. അതിന് നിങ്ങൾക്ക് എളുപ്പമാർഗം എന്താന്ന് പറഞ്ഞാൽ, ഒരു ജോയിന്റ് ചെയ്തപ്പോൾ ഇവിടെ 2 ജോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ജോയിന്റുകളാണോ വരുന്നത്? 2 ആണ്. അപ്പൊ നിങ്ങൾ 8 + 8ന്റെ കൂടെ ഒരു 2ഉം കൂടി ആഡ് ചെയ്തിട്ട് 18ലേക്ക് പോയാൽ മതി. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് യെസ് എന്ന് പറയാം. അപ്പം യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, ഈ സംഭവം ഒന്നുകൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇതൊന്നുകൂടി ഇങ്ങോട്ട് ചേർത്ത് വെച്ചു, 3 എണ്ണം വെച്ചു. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താണ്? 8 + 8. 24 ഉണ്ടാവുക, അല്ല അതിൽ കൂടുമോ? 28. So 28. 4 = Sir, 24. 24 + 4 = 28. ഈ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മൈക്ക് ഇങ്ങനെ ഓൺ ആയി വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മൈക്ക് മ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ സുഖമാണ്. അപ്പോ മൈക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. 65ഓളം കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കും. അടുത്ത ചോദ്യം എന്താണെന്ന് മക്കൾ നോക്കിക്കോളൂ. 7 6 0 2 ഇതൊരു 4 ഡിജിറ്റ്സ് ആണ്. 7 ഉണ്ട്, 6 ഉണ്ട്, 0 ഉണ്ട്, 2 ഉണ്ട്.
ഇവിടെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. How many 4-digit numbers can make without repeating the digits? അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 4 അക്ക സംഖ്യകൾ ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാക്കാം? How many 4-digit numbers you can make without repeating the digits? ആൻസർ കമന്റ് ചെയ്തോളൂ. ആരാ സൗണ്ട് ഉണ്ടാക്കുന്നത്? ആരോ ഇഷാനിയാന്ന് തോന്നുന്നു. ഇഷാനിയാണ് ഒച്ച ഉണ്ടാക്കുന്നത്. ഇഷാനി സൗണ്ട് ഉണ്ടാക്കുന്നു അല്ല എന്ന് പറയുന്നില്ല. ശരി, ഇഷാനി അല്ലെങ്കിൽ ഇഷാനി അല്ല. വീഡിയോ ഓൺ ചെയ്തു. അപ്പൊ അവരുടെ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. മൈക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ എല്ലാവർക്കും? കഴിയുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും മൈക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ലേ, ആർക്കും പറ്റുന്നില്ല. ഒരാൾക്കും പറ്റുന്നില്ല. ഉണ്ട്. അതാർക്കാ പറ്റുന്നത്? അപ്പൊ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന കുട്ടി ഒന്ന് വിളിച്ചു പറയൂ. കുട്ടികൾ എത്രയാണ് മക്കളെ ആൻസർ ചെയ്തത്? മോള് പറ. ശ്രേയ പറഞ്ഞ കുട്ടികൾ എത്രയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രേയ പറയൂ. 18 കറക്റ്റ് ആണ്. 18 എന്ന സംഭവം കറക്റ്റ് ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗമാണ് പറയാൻ. ശ്രദ്ധിക്കുക, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഇത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളോട് 7ഉം 6ഉം 2ഉം 3 ഡിജിറ്റ് ആണ് തന്നിരിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാതെ എത്ര 3 അക്ക സംഖ്യ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 1, 2, 3 ഡിജിറ്റ്സ് ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ 1 × 2 × 3 6 ആണ്. അത് മനസ്സിലാക്കുക. ഇനി അതൊക്കെ ഏതൊക്കെയാ നോക്കാം. 762, 726, 672, 672, 627, 276, 267. അപ്പൊ മക്കൾ നോക്കിയേ, 1, 2, 3, 4, 5, 6 6 ഉണ്ടാക്കാം. പക്ഷേ ചില സമയത്ത് പരീക്ഷയ്ക്ക് നിങ്ങളോട് ഇതിലൊന്നങ്ങ് 0 തരികയാണെന്ന് വിചാരിക്കുക. ഈ 6ന് പകരം ഞാനങ്ങ് 0 തരികയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 6 ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് 1 × 2 × 3 എന്ന് എഴുതുന്നതിന് പകരം ആ 3 അങ്ങ് റിപ്പീറ്റ് 2 തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 2 × 2 × 1 4 എണ്ണമാണ് ഉണ്ടാക്കാൻ കഴിയുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ഇത് മനസ്സിലാക്കിയാൽ ശരി, അത് മതി. ഇനി മക്കളോട് ചോദിക്കുന്നു, ഞാൻ 4 ഡിജിറ്റ്സ് എഴുതുകയാണ്. ഉദാഹരണത്തിന് 8, 5, 2, 3. ഇതുകൊണ്ട് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒത്തിരി സംശയിക്കേണ്ട. 1 × 2 × 3 × 4.
അങ്ങനെ 24 എണ്ണം ഉണ്ടാക്കാൻ കഴിയും. ഇനി നിങ്ങൾ പറയൂ, ഇതിൽ ഒരെണ്ണം 0 ആയി പോയാൽ എന്ത് ചെയ്യും? ഇതിൽ ഒരെണ്ണം 0 ആയി പോയാൽ എന്ത് ചെയ്യും? 1 3 into 3 ആയി. 1 into 2 into 3 into 3. കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ 18 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ തന്ന ഇതിന്റെ ആൻസറും എത്രയാണെന്ന് ഉറക്കെ പറയൂ. 1 into 2 into 3 into 3 തന്നെ ചെയ്താൽ മതി. അങ്ങനെയാണ് 18 കിട്ടുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ശ്രദ്ധിച്ചോളെ. 60 വൺസ് വേണം. ഒന്നുകളുടെ എണ്ണം 60 വേണം. 60 ഒന്നുകൾ, അതാണ് 60 ഒന്നുകൾ. 60 ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 60 നൂറുകൾ വേണം. അടുത്തതോ 6 ടെൻസ്, 6 പത്തുകൾ വേണം. ഇതെല്ലാം ചേർന്ന സംഖ്യ ഏതായിരിക്കും? ആ ചോദ്യം ഇഷാനി ഒന്ന് വായിച്ചെടുക്കുമ്പോളെ. 60 വൺസ് വേണം, 60 ഹൺഡ്രഡ്സ് വേണം, 6 ടെൻസ് വേണം. അപ്പൊ അത് കൂട്ടിയിട്ടുള്ള കൂടി അടങ്ങിയ നമ്പർ ഏതാണ്? കമന്റ് ചെയ്തോളൂ എല്ലാവരും. കുട്ടികൾ 720 തന്നിട്ടുണ്ട്. നോക്കട്ടെ, അടുത്ത കമന്റ് നോക്കട്ടെ. ഇഷാനി അത് വായിച്ചേ. അടുത്ത കമന്റ് ഏതാണ്? 720. എല്ലാവരും 720 ആണ് തന്നത്. 666. 666. 666. പിന്നെ 6066. ഓ, അതൊക്കെ തന്നിട്ടുണ്ട്. ഈ 60 നൂറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് 6000 എന്തായാലും കിട്ടണ്ടേ? അത് കിട്ടും. പിന്നെ എങ്ങനെയാ കുട്ടികളെ എഴുന്നേറ്റ് പറഞ്ഞത്? ഇനി 6 പത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 പത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രയാടോ? പറയൂ. നമുക്ക് മാനന്തവാടിക്ക് ഒന്ന് പോയി വെക്കാം. മാനന്തവാടിയിലെ കുട്ടി എന്ന് പറയൂ. 6 പത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. ഇനി 60 ഒന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. അപ്പൊ ഇതെല്ലാം കൂട്ടിയാൽ പോരെ? ഇതെല്ലാം കൂട്ടിയാൽ എത്രയാ മോനെ? 6120. 6120. ഇത് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് സാർ. അപ്പൊ എല്ലാവരും നാളെ വൈകിട്ടുള്ള ക്ലാസ്സിലും കൂടി ഇരിക്കണം. 8 മണിക്കാണ് ക്ലാസ്. എന്തെങ്കിലും അസൗകര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ഇന്ന് എടുത്ത ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നേരിട്ടാലും ഈ നമ്പറിൽ മക്കൾ വാട്സപ്പ് ചെയ്താൽ മതി.
ഈ നമ്പർ ഒന്ന് വായിച്ചേ കോഹോസ്റ്റ്. 8686171729. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യും. ഇനി എല്ലാവരും ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 4-digit number? Which is the least 4-digit number? കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ലീസ്റ്റ് 4-digit number. 4-digit number ഇട്ടോ? കമന്റ് ബോക്സിൽ ഇട്ടായിരുന്നോ? യെസ്, 1000 ആണ്. 1000. ഇനി 4-digit number, its sum of digits is 12. മലയാളം പറയാം. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 12 ആയത് ഏതാണ്? Which is the least 4-digit number whose sum of digits is 12? സം ഓഫ് ഡിജിറ്റ് 12 ഉള്ള കിട്ടുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1009 എങ്ങനെയാവുക മക്കളെ? 1009 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടത്തില്ല. അപ്പൊ വേഗം പേരൻസിനോട് ചോദിച്ചു. അക്കങ്ങളുടെ തുക 12 കിട്ടുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? ആയിരത്തി 29 ശരിയാന്ന് തോന്നുന്നു. അക്കങ്ങളുടെ തുക 12 കിട്ടുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? 1029 ആണെന്ന് എനിക്ക് തോന്നുന്നു. 1029 ശരിയാണെന്ന് തോന്നുന്നു. ഈ 1029 ടൈപ്പ് ചെയ്ത് എത്ര പേരുണ്ട്? അപ്പൊ അടുത്ത ക്ലാസ്സില് നമ്മൾ പറയുന്നതും ഈ അക്കങ്ങളുടെ തുകയെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഇതാണ്, സം ഓഫ് ഡിജിറ്റ്സ്. സം ഓഫ് ഡിജിറ്റ്സ്. നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാന്ന് മക്കൾക്ക് അറിയാമോ? 1947 എന്ന 4 അക്ക സംഖ്യയുടെ സം ഓഫ് ഡിജിറ്റ് എങ്ങനെയാ കിട്ടുന്ന നോക്കിക്കോളൂ. 1 + 9 + 4 + 7 ആണ്. 9 × 1 10, 14 7 21 ആണ്. അപ്പോ സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് 21 കിട്ടുന്നു. മൈക്ക് മ്യൂട്ടി കിഷാനി, മൈക്ക് മ്യൂട്ടി. അപ്പോൾ 2 വേർഡാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ആദ്യത്തെ കൂട്ടലിൽ കിട്ടുന്ന നമ്പറിനെയാണ് അക്കങ്ങളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 21 വീണ്ടും കൂട്ടിയിട്ട് ഒറ്റ ഡിജിറ്റിലേക്ക് കൊണ്ടുവന്നാൽ അത് 3 എന്ന് കിട്ടും. അപ്പൊ 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3. അതിന് പറയുക ഡിജിറ്റൽ റൂട്ട് എന്നാണ്. മലയാളത്തിൽ അക്കത്തുക എന്ന് പറയും. ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ സീഡ് നമ്പർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി തീരുമാനിക്കണം, ഞാനൊരു സംഖ്യ ഇവിടെ എഴുതും. 2025 ആണല്ലോ ഈ വർഷം, അത് മക്കൾക്കറിയാമല്ലോ. ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് അക്കങ്ങളുടെ തുക എത്രയാണെന്ന് എല്ലാവരും ഉറക്കെ പറയും. 9 ആണ് അക്കങ്ങളുടെ തുക. 9 തന്നെയാണ് ഡിജിറ്റൽ റൂട്ടും എന്ന് തിരിച്ചറിയുക. ഇനി മറ്റൊരു കാര്യം എഴുതുന്നു, ശ്രദ്ധിച്ചോളൂ. എന്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല.
കേട്ടോളൂ. ഇത് കേട്ടോളൂ. ഇല്ല എന്ന് പറയണ്ട, കേട്ടോളൂ. 86171729 എന്ന എന്റെ മൊബൈൽ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ് എത്രയാണെന്നും ഡിജിറ്റൽ റൂട്ട് എത്രയാണെന്നും കണ്ടുപിടിക്കൂ. അറുപത്തിമൂന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ഏതെല്ലാം സ്കൂളിലെ കുട്ടികളുണ്ടെന്ന് അറിയണം. നമ്മൾ വിളിക്കാം ആദ്യം. വടകര ശ്രീനാരായണ സ്കൂളിലെ കുട്ടികൾ ഇതിലുണ്ടോ? മാക്കഞ്ചേരി സ്കൂളിൽ. പിന്നെ ഏതെല്ലാം സ്കൂളിലെ കുട്ടികളാ ഉള്ളത്? അപ്പൊ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് കിട്ടിയോ നിങ്ങൾക്ക്? എന്റെ മൊബൈൽ നമ്പറിന്റെ ഇല്ലയോ? ആരെങ്കിലും ഒരാൾ പറയൂ. 49. 49. ഏതൊരു കുട്ടിയല്ലോ? ആരെങ്കിലും ഒന്ന് പറയൂ, എത്രയാണ്? 49. അല്ല, Digital root is 10. 35 എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് എനിക്കറിയില്ല. പക്ഷേ അക്കത്തുക നിങ്ങൾ എഴുതി തെറ്റിപ്പോയി. അക്കത്തുക നിങ്ങൾ ഈ 5ഉം 5ഉം കൂട്ടിയാൽ 10 കിട്ടുമെങ്കിൽ അല്ല, അക്കത്തുക അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രദ്ധിക്കുക, അക്കത്തുക ഒരൊറ്റ അക്കിൽ പാടുള്ളൂ. ഈ ഇഷാനി അവിടെ ഇഷാനിയുടെ ടീച്ചറോടില്ലേ, ജയറാൻ ടീച്ചറില്ലേ അടുത്ത്? ഒന്ന് ഫോൺ കൊടുക്കൂ. പോയോ? ഇല്ല, ഒന്ന് ഉറക്കെ പറയണം. കുട്ടികൾ ഈ ഫോൺ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് 55 എഴുതിയത് ഞാൻ ശരി വെച്ചു. പക്ഷെ ഈ ഫോൺ നമ്പറിന്റെ അക്കത്തുക 10 എന്ന് കുട്ടികൾ എഴുതിയാൽ അതിന് ശരി കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ അക്കത്തിലേക്ക് കൊണ്ടുവരണ്ടേ? 10നെ വീണ്ടും കൂട്ടിയിട്ട് 1 0 കൂട്ടിയിട്ട് 1ലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഡിജിറ്റൽ റൂട്ട് ആവുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇതുവരെ ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് പറഞ്ഞ കുട്ടികള്. ശരി. അപ്പൊ നമുക്കിനി ജയറാൻ ടീച്ചറുടെ മൊബൈൽ നമ്പർ എടുക്കാം. ടീച്ചറുടെ മൊബൈൽ നമ്പർ എന്ന് പറയൂ. 9497 ഇല്ലേ? 2 4 6 20 ഇതുള്ള ഇല്ലാന്ന് പറഞ്ഞാൽ അറിയാം. അങ്ങോട്ടെ, ആയിക്കോട്ടെ. എങ്കിൽ ഇതെങ്കിലും 2 4 6 8 10 10ഒക്കെ ഉണ്ടാവുമല്ലോ. മക്കളെ, ഈ ടീച്ചറുടെ മൊബൈൽ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് പറയണം, ഡിജിറ്റൽ റൂട്ടും പറയണം. നിങ്ങൾ സ്റ്റാർട്ട്. ഇഷാൻ എനിക്ക് മനസ്സിലായി. ശരിക്കും ഇതല്ല ഫോൺ നമ്പർ അല്ലേ? എനിക്കത് ഇഷാനിന്റെ ചിരി കൊണ്ട് എനിക്ക് മനസ്സിലായി. അതല്ല ഫോൺ നമ്പർ. ഈ കുട്ടികള് എഴുതിയത് ശരിയാണോ നോക്കണം. അക്കങ്ങളുടെ തുക അവർ എഴുതിയ തെറ്റാണെന്ന് നോക്കുന്നുണ്ട്. കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്. കമന്റ് ബോക്സും ശ്രദ്ധിക്കണേ. 9 13 22 39 ആണോ? ഈ നമ്പറിന്റെ 39 ആണോ? ആണോ ഇഷാനി? ഈ എഴുതിയ നമ്പറിന്റെ 39 ആണോ?
എന്തായിരുന്നു മിണ്ടാത്തത്? ആ എല്ലാവരും പറയൂ 39 ആണോ മക്കളെ? ആ ഇനി മക്കൾ പറയൂ, ഈ സംഖ്യയുടെ ഡിജിറ്റൽ റൂട്ട് അക്കത്തുക എത്രയാണ്? അതായത് അതിനെ വീണ്ടും നമ്മൾ കൂട്ടിയിട്ട് 12ലേക്ക് കൊണ്ടുവന്നിട്ട് 12ലെ 1ഉം 2ഉം കൂട്ടിയിട്ട് 3ലേക്ക് വരണം. അപ്പോഴാണ് അക്കത്തുക 3 എന്ന് കിട്ടുന്നത്. ഇത് മനസ്സിലായവർക്ക് ഒന്നിച്ച് യെസ് എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. രണ്ടാമത്തെ മൊബൈൽ നമ്പർ പറയുന്നു, അതിന്റെ ഡിജിറ്റൽ റൂട്ടും സം ഓഫ് ഡിജിറ്റ്സും നിങ്ങൾ കണ്ടുപിടിക്കുക. ആദ്യം സം ഓഫ് ഡിജിറ്റ്സ് കണ്ടാൽ മതി. 85478443333. ആദ്യം കാണുന്നത് സം ഓഫ് ഡിജിറ്റ്, അക്കങ്ങളുടെ തുക. പിന്നെ കാണുന്നത് ഡിജിറ്റൽ റൂട്ട്, അക്കത്തുക. ഇത് രണ്ടും കണ്ടുപിടിക്കുക. കൂടാതെ നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ആരുടെയൊക്കെ മൊബൈൽ നമ്പർ ഉണ്ടോ അവരുടെ 10 അക്ക മൊബൈൽ നമ്പർ നിങ്ങൾ എഴുതിയിട്ട് അവയുടെയൊക്കെ സം ഓഫ് ഡിജിറ്റും കാണണം, ഡിജിറ്റൽ റൂട്ടും കാണണം. അത് കണ്ടതിന് ശേഷം നമുക്ക് നാളത്തെ വൈകുന്നേരത്തെ ക്ലാസ്സില് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്ന് വേറൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ ഹോംവർക്ക് ആയിട്ട് തരുന്നത് ഇതാണ്. 2839 തൊട്ടടുത്ത് 3748 വരുന്നു. തൊട്ടടുത്ത് 4657 വരുന്നു. അടുത്ത 2 നമ്പർ ഏതാണ്? മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ കണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങ കുളിരുണ്ടാർന്നേ. എവിടെ നിന്ന് വരുന്നു നീ നാടോടി? ചിന്തകത്തേ എന്തിന്തകത്തേ എന്തിന്തകത്താനിനോ തീയന്തിന്തകത്തേ കൈയെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെ താനൊന്നു പാടിടാം. കൈയെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെ താനൊന്നു പാടിടാം. തീയന്തിന്തകത്തേ എന്തിന്തകത്തേ എന്തിന്തകത്താനിനോ തീയന്തിന്തകത്തേ എന്തിന്തകത്തേ എന്തിന്തകത്താനിനോ കുന്നതെന്തിനാ കുഞ്ഞു പെയ്യണതെന്തിനാ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നിട്ട് ചൊല്ലുവാൻ